അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം അല്ലേ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇവിടെ താഴെ ഒരു പോയം തന്നിട്ടുണ്ട്, അതാദ്യം നല്ല രീതിയിൽ വായിച്ചു നോക്കുക. എന്നിട്ടോ ആ പോയത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ട്, ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റത്തെ ആക്ടിവിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് പോയം നോക്കിയാലോ. 1 by 1 ഹുറേ carrying their food. എന്താണ്, ഒന്നിന് പുറകെ ഒന്നായിട്ട് അവരെന്ത് ചെയ്യാണ്, അവരുടെ ഫുഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോവാണ് അല്ലേ. They work hard every day in a line they follow. അവരെല്ലാ ദിവസവും നല്ല കഠിനമായിട്ട് എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ് അവരുടെ ഫുഡ് ശേഖരിച്ച് കൊണ്ടുപോകുന്നത്? ഇൻ എ ലൈൻ ദേ ഫോളോ. അവരിങ്ങനെ ഒരാൾ മറ്റാളെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ലൈനായിട്ടാണ് അവരവരുടെ ഫുഡ് ശേഖരിക്കുന്നത്. ടു ദെയർ ഹോം സോ നീറ്റ് ഗ്യാതറിങ് ഓൾ ദി ക്രംസ്. അവരുടെ വീട്ടിൽ അവർ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ഗ്യാതറിങ് ഓൾ ദി ക്രംസ്, ഈ എല്ലാ ക്രംസും അവർ ശേഖരിച്ച് കൊണ്ടുപോകുന്ന ഫുഡുകളൊക്കെ അവരെന്ത് ചെയ്യുന്നു, നീറ്റായിട്ട് അവരുടെ വീട്ടിൽ ഒരുമിച്ച് വെക്കുന്നുണ്ട് അല്ലേ, ചേർത്ത് വെക്കുന്നുണ്ട്. ഫോർ ദെയർ ടേസ്റ്റി ട്രീറ്റ്. അവരുടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ അവർ ശേഖരിച്ച് വെക്കുന്നത്? അവരുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രീറ്റ്, ഒരു വിരുന്ന് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വർക്കിംഗ് ടുഗദർ ഓൾവേസ്. അവരെപ്പോഴും ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. ഇങ്ങനെ ഫുഡ് ശേഖരിക്കുന്നത് അവരെങ്ങനെയാ, ഒരുമിച്ചാണ്. ഇൻ സൺഷൈൻ ഓർ ഇൻ റെയിൻ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ദ ബിസി ലിറ്റിൽ ആൻഡ്സ് നെവർ കംപ്ലെയിൻ. ആ തിരക്ക് ബിസി ആയിട്ടുള്ള ആ കുഞ്ഞു ഉറുമ്പുകൾ ഒരിക്കലും പരാതി പറയാൻ നിൽക്കാറില്ല അല്ലേ. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇതാണ് പോയം. ഇനി ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏതൊക്കെയാന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദ ആൻഡ്സ് ക്യാരി. എന്താണ് ആ ആൻഡ്സ്, ആ ഉറുമ്പുകൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്, ചുമന്ന് കൊണ്ടുപോകുന്നത് എന്താ? യെസ്, അവർ ഫുഡാണല്ലേ. ഇവിടെ ഈ ലൈനിൽ തന്നിട്ടുണ്ട് ക്യാരിയിങ് ദെയർ ഫുഡ് എന്ന്. അവരുടെ ഫുഡാണ് അവർ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഹൗ ഡു ദി ആൻഡ്സ് മൂവ് ടു ദെയർ ഹോം. എങ്ങനെയാണ് ആ ആൻഡ്സ്, ആ ഉറുമ്പുകൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നത്? എങ്ങനെയാണ് അവർ പോകുന്നത്? യെസ്, ഇവിടെ തന്നിട്ടുണ്ട് ഇൻ എ ലൈൻ ദേ ഫോളോ. അവരെങ്ങനെ, ലൈനായിട്ട് അല്ലേ, വരിയായിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇൻ എ ലൈൻ എന്ന് എഴുതാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദ ആൻഡ്സ് ഗ്യാദർ ഫോർ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആൻഡ്സ് അവരുടെ ആ ഫുഡ് ശേഖരിച്ച് വെക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഫോർ ദെയർ ടേസ്റ്റി ട്രീറ്റ്. ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രീറ്റ് ഒരുക്കാൻ വേണ്ടിയിട്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വെൻ ഡു ദി ആൻഡ്സ് വർക്ക് ഹാർഡ്. എപ്പോഴൊക്കെയാണ് ഈ ആൻഡ്സ്, ഈ ഉറുമ്പുകൾ കഠിനാധ്വാനം ചെയ്യുന്നത്? എപ്പോഴാണ്? ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അവരെപ്പോഴും വെയിലത്തും മഴയത്തും ഒക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ആൻസർ ചെയ്യുക? ഓൾവേസ്, ഇൻ സൺഷൈൻ ആൻഡ് ഇൻ റെയിൻ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം. ഈ പോയത്തിൽ നിന്ന് 2 പെയർ റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈമിംഗ് വേർഡ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. നമ്മൾ ഒരു പോയം എടുക്കുകയാണെങ്കിൽ ആ പോയത്തിൻ്റെ വരിയുടെ അവസാനം വരുന്ന വാക്കുകൾ ഉണ്ടാവുമല്ലോ, എൻഡിങ് ആയിട്ടുള്ള അവസാനം വരുന്ന ആ സൗണ്ടുകൾ സെയിം ആയിട്ട് വരുന്ന വാക്കുകളെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് ആയിട്ട് എടുത്തെഴുതുക. ഇവിടെ വരുന്ന റൈമിംഗ് വേർഡ്സ് നമുക്ക് നോക്കാം അല്ലേ. ഏതൊക്കെയാ? ഹുറേ, ഡേ, അത് റൈമിംഗ് വേർഡ്സ് ആണ്. പിന്നെ ഏതാ? നീറ്റ്, ട്രീറ്റ്, പിന്നെ ക്രംസ്, ഓൾവേസ്, ദെൻ റെയിൻ, കംപ്ലെയിൻ. അപ്പോൾ ഇതിലേതെങ്കിലും 2 പെയർ മാത്രം നിങ്ങൾ ആൻസർ ആക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് ഉറപ്പായിട്ടുണ്ടാവും. ഇതുപോലെ ഒരു പോയം അല്ലെങ്കിൽ ഒരു സ്റ്റോറി എന്തെങ്കിലും തന്നിട്ട് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഈസിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന പോയാണോ സ്റ്റോറിയാണോ എന്തായിരുന്നാലും അത് നല്ല രീതിയിലൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സെൻറ്റൻസുകൾ നോക്കുക. ദെൻ നിങ്ങൾക്ക് ഉത്തരം കറക്റ്റായിട്ട് പോയിൻ്റായിട്ട് എടുത്ത് എഴുതാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സെൻറ്റൻസ് ഏതാണോ അല്ലെങ്കിൽ ലൈൻ ഏതാണോ ആ ലൈൻ എടുത്ത് ജസ്റ്റ് എഴുതി വെക്കുക. എന്നാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി അടുത്ത ആക്ടിവിറ്റി 2, കോൺവേഴ്സേഷൻ. എന്താണ്? സംഭാഷണം എഴുതാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഐ എം സോറി, ഐ വിഷ് ഐ കുഡ് ഗിവ് യു സംതിങ് ബട്ട് ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ്.
I am just an old stump. The tree was very sad. എന്താ ആ മരം പറയുന്നുണ്ടല്ലേ ആ ഓൾഡ് മാനോട്, എന്താണ്, എനിക്ക് നിങ്ങൾക്കൊന്നും തരാനായിട്ട് കഴിയില്ല, എൻ്റെ അടുത്തൊന്നും ഇനി ബാക്കിയില്ല, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റെമ്പ് മാത്രം, ഒരു മരക്കുറ്റി മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ആ മരം എന്താ സങ്കടപ്പെടുകയാണ് അല്ലേ. ദി ഓൾഡ് മാൻ വാസ് വെരി സാഡ് ആസ് ഹി വാസ് ദ റീസൺ ബിഹൈൻഡ് ദ സോറോഫുൾ കണ്ടീഷൻ ഓഫ് ദി ട്രീ. ആ ഓൾഡ് മാന് ആകെ സങ്കടമാവാണ് അല്ലേ. കാരണം എന്താ, ഈ മരത്തിൻ്റെ ആ ഒരു സങ്കടകരമായ അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത് അദ്ദേഹമാണല്ലോ. നമുക്കറിയാലോ, നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചതാണ്. എന്താ, അദ്ദേഹം ഓരോ ആവശ്യം വന്ന് ചോദിക്കുമ്പോഴും അതിൻ്റെ ഫ്രൂട്ട്സും മരവും തടിയും എല്ലാം അത് കൊടുത്തിട്ടാണ് ഇപ്പോൾ അത് വെറും സ്റ്റെമ്പ് മാത്രമായി മാറിയിട്ടുണ്ടായിരുന്നത്. ഹി സെഡ് സോറി ടു ദ ട്രീ ആൻഡ് ബിഗാൻ ടു സ്പീക്ക്. അദ്ദേഹം എന്ത് ചെയ്തു, ആ മരത്തോട് സോറി പറയാണല്ലേ. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. റൈറ്റ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ ദ ട്രീ ആൻഡ് ദി ഓൾഡ് മാൻ. ആ ട്രീയും ആ ഓൾഡ് മാനും തമ്മിലുള്ള കോൺവേഴ്സേഷൻ, അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക, അതാണ് നിങ്ങളോട് ഇവിടെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ കോൺവേഴ്സേഷൻ എഴുതാം? ഇവിടെ ഒരു മോഡൽ കൊടുക്കുന്നുണ്ട്, നോക്കാം അല്ലേ. ഫസ്റ്റ് ഓൾഡ് മാൻ ആണ്. അദ്ദേഹം എന്താ പറയുന്നത്? ഐ എം സോറി, ഐ എം ദ റീസൺ ഓഫ് യുവർ സോറോ. സോറി പറയാണല്ലേ, ഞാനാണ് നിന്റെ സങ്കടത്തിന് കാരണക്കാരൻ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് സോറി പറയാണ്. അപ്പോൾ ട്രീ എന്ത് പറയുന്നു? ഓ നോ, ഐ ജസ്റ്റ് ഹെൽപ്ഡ് യു ഇൻ യുവർ ടഫ് ടൈംസ്. അതെല്ലാം സോറി ഒന്നും പറയണ്ട, എന്താണ്, നിങ്ങളെ ടഫായിട്ടുള്ള സമയത്ത്, നിങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യല്ലേ ചെയ്തിട്ടുള്ളത് എന്ന് പറയാണ്. ദെൻ ഓൾഡ് മാൻ, ബട്ട് യു സാക്രിഫൈസ്ഡ് എ ലോട്ട് ഫോർ മീ, ഐ നെവർ തിങ്ക് അബൌട്ട് യു. പക്ഷേ നീ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തു അല്ലേ, ഒരുപാട് ത്യാഗം ചെയ്തു, അതിൻ്റെ ഫ്രൂട്ട്സ് തന്നു, അതുപോലെ അതിൻ്റെ ആ തടിയും എല്ലാം ഇയാൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തതാണ് അല്ലേ. ദെൻ ഞാൻ നിന്നെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ആ ആൾ പറയാണ്. ദെൻ ട്രീ എന്ത് പറയുന്നു? ഇറ്റ്സ് ഓക്കെ, ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു എവറി ടൈം. അത് കുഴപ്പമില്ല, നിങ്ങളെ എല്ലാ സമയത്തും സഹായിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഓൾഡ് മാൻ, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ യു, വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു നൗ. എന്താ പറയുന്നത്? ഞാൻ നിന്നോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ട്രീ എന്താ പറയുന്നത്? ഇഫ് യു ക്യാൻ യു പ്ലാന്റ് എ ന്യൂ ട്രീ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പുതിയൊരു മരം വെച്ച് പിടിപ്പിക്കുകയാണ്. ദെൻ ഓൾഡ് മാൻ എന്ത് പറയുന്നു? ഷുവർ ഐ വിൽ ഡു ഇറ്റ്. ഞാൻ ചെയ്യാം എന്ന് പറയാനല്ലേ. സോ ഇത് ജസ്റ്റ് ഒരു മോഡലാണ്. ഇതുപോലെ ഒരു കോൺവെർസേഷൻ എഴുതാനുള്ള ആക്ടിവിറ്റി ഉറപ്പായിട്ടും എക്സാമിന് വരും. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, തോട്ട്സ്. പാറു ക്ലോസ്ഡ് ഹെർ ഐസ് ആൻഡ് ഇമാജിൻഡ് ഹെർ മദേഴ്സ് കംഫർട്ടിംഗ് പ്രസൻസ് ബിസൈഡ് ഹെർ. പാറു എന്ത് ചെയ്യാണ്? പാറു അവളുടെ കണ്ണടക്കാണ്. അപ്പോൾ എന്താ, അവളുടെ അമ്മ അവളുടെ കൂടെയുള്ള പോലെ അമ്മയുടെ സാന്നിധ്യം അവൾക്ക് ഫീൽ ചെയ്യാണ് അല്ലേ. She lay on the ground feeling as if she were a child once more, resting in her mother's lap, recalling the cherished moments they had spent together. Then അവൾ അവിടെ നിലത്ത് കിടക്കുകയാണ് അല്ലേ, ഒരു ചെറിയ കുട്ടി അമ്മയുടെ മടിയിൽ കിടക്കുന്ന പോലെയുള്ള അതുപോലെ അവൾ അവിടെ നിലത്ത് കിടക്കുകയാണ്. എന്നിട്ട് എന്താ, അവളുടെ അമ്മയുടെ കൂടെയുള്ള ആ പഴയ മൊമെൻറ്റ്സ്, ആ നല്ല മൊമെൻറ്റ്സ് അവളിങ്ങനെ ഓർത്തെടുക്കുകയാണ്. റൈറ്റ് ദ തോട്ട്സ് ഓഫ് പാറു. അപ്പോൾ ആ സമയത്ത് അവൾ അമ്മയെക്കുറിച്ച് ഓർക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ എന്തൊക്കെയായിരിക്കും അവളുടെ തോട്ട്സ്, അവളുടെ മനസ്സിൽ വന്നിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ, പാറു അവളുടെ അമ്മയെക്കുറിച്ച് ആലോചിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ആൻസർ എഴുതുക. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ തോട്ട്സ് എഴുതാനുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ചെയ്തിട്ടുള്ളതാ അല്ലേ. സോ അതുപോലെ എഴുതാം. എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? മിസ് യു മാം, ഐ മിസ് യു വെരി മച്ച്. എന്താ, അമ്മയെ എനിക്കൊരുപാട് എൻ്റെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാണ് അല്ലേ. ഐ ഫെൽറ്റ് സോ സാഡ് അബൌട്ട് തിങ്കിങ് ദ മൊമെന്റ്സ് വി സ്പെൻഡ് ടുഗെദർ. നമ്മൾ ഒരുമിച്ച് ചിലവഴിച്ചിരുന്ന ആ സമയത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊരുപാട് സങ്കടം വരാറുണ്ട്. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യുവർ ലവ്, യു ആർ ഓൾവേസ് ഇൻ മൈ ഹാർട്ട്. എന്താ പറയുന്നത്? എനിക്കിപ്പോഴും നിങ്ങളുടെ സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇതൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത് അല്ലേ. ഗ്രാൻഡ്മ ആൻഡ് ഫാദർ ഓൾസോ കെയറിങ് മീ ആസ് ലൈക്ക് യു.
ആ ഗ്രാൻഡ്മയും ഫാദറും ഒക്കെ നിങ്ങളെപ്പോലെ തന്നെ എന്നെ കെയർ ചെയ്യുന്നുണ്ട്. ദേ ഓൾസോ ഡൂയിങ് എവറിത്തിങ് ഫോർ മീ. അവരെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരുന്നൊക്കെ ഉണ്ട്. ബട്ട് സംടൈംസ് ഐ വിഷ് ദാറ്റ് മൈ മം വാസ് സ്റ്റിൽ അലൈവ്. പക്ഷെ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ് എൻ്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ. ഇതൊക്കെ ആയിരിക്കും അവൾ ചിന്തിച്ചിട്ടുണ്ടാവുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ഗ്രീറ്റിംഗ് കാർഡാണ്. പാറു ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഇച്ചു അമ്മാസ് 68th ബർത്ത്ഡേ. She prepared a beautiful birthday greeting card for her grandma. Prepare the greeting card. ഇച്ചു അമ്മയുടെ 68ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് പാറു അല്ലേ. എന്നിട്ട് പാറു ഗ്രാൻഡ്മയ്ക്ക് കൊടുക്കാനായിട്ടൊരു മനോഹരമായിട്ടുള്ളൊരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളോട് ഇവിടെ ആ ഒരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാൻ. അപ്പോൾ എക്സാമിന് ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രീറ്റിംഗ് കാർഡ് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ഷീറ്റിൽ വരയ്ക്കുക. ഒരു സ്ക്വയർ ബോക്സ് വരച്ച് അതിൽ എന്ത് ചെയ്യാം, മനോഹരമായ ചിത്രങ്ങളൊക്കെ വരയ്ക്കുക. ദെൻ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെയുള്ള വിഷസ് ഒക്കെ എഴുതുക. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ചെയ്യുക. ഓക്കെ. ഇനി ആക്ടിവിറ്റി 5 എഡിറ്റിംഗ്. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. താഴെ തന്നിരിക്കുന്ന പാസേജ് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. When I gave the picture of water to the old man, he did something amazing. ആ ഓൾഡ് മാൻക്ക് ആ പിക്ചർ ഓഫ് വാട്ടർ, പിക്ചർ എന്ന് വെച്ചാൽ എന്താ, ആ ഒരു പാത്രം അല്ലേ, വെള്ളം എടുക്കുന്ന ഒരു കുടം, അതിൽ വെള്ളം കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു അമേസിങ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ. ഇവിടെ പിക്ചറിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് എങ്ങനെയാണ്? PITCHER, പിക്ചർ. ദെൻ അങ്ങനെ കറക്റ്റാക്കി എഴുതുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹി ഗോട്ട് അപ്പ്. ഗോട്ട് അപ്പിൽ പുതിയ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് പുതിയ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആക്കി എഴുതുക. അപ്പോൾ ഇവിടെ എന്താണ് ഹീൽ വരുന്ന മിസ്റ്റേക്ക്? അവിടെ എച്ച് സ്മോൾ ലെറ്റർ ആണ് എഴുതിയിട്ടുള്ളത്. അവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കിയിട്ട് എഴുതുക. ഹി ഗോട്ട് അപ്പ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു, അവിടുന്ന് എഴുന്നേറ്റു. ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് ദി വാട്ടർ ഹി വോക്ക് അപ്പ് ടു എ വിതേർഡ് സാപ്ലിംഗ് ഓൺ എ മാംഗോ ട്രീ. ഉണങ്ങാറായി നിൽക്കുന്ന, വാടി നിൽക്കുന്ന ഒരു മാവിൻ തൈയിൻ്റെ അടുത്തേക്ക് അദ്ദേഹം നടക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ എന്തൊക്കെയാ, വോക്ക് എന്നത് മിസ്റ്റേക്കാണ്, ഓണും മിസ്റ്റേക്കാണ് അല്ലേ. വോക്കല്ല നമ്മൾ യൂസ് ചെയ്യുക, വോക്ക്ഡ് യൂസ് ചെയ്യണം അല്ലേ. കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ഫോം വേണം യൂസ് ചെയ്യാൻ. ദെൻ അതുപോലെ വിതേർഡ് സാപ്ലിംഗ് ഓൺ എ മാംഗോ ട്രീ അല്ല അല്ലേ, ഓൺ അല്ല അവിടെ യൂസ് ചെയ്യുക, ഓഫ് എ മാംഗോ ട്രീ. ഇറ്റ് ഹാഡ് സ്പ്രൗട്ടഡ് ദ സീഡ് ഫ്രം വിച്ച് ഹാഡ് ബീൻ ത്രോൺ എവേ ബൈ എ വഴിയാത്രക്കാരോ എറിഞ്ഞിട്ടുള്ള ഒരു വിത്തിൽ നിന്ന് മുളച്ചിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് അല്ലേ. പക്ഷേ ഇവിടെ ദ സീഡ് ഫ്രം അല്ല, ഫ്രം ദ സീഡ് എന്നാണ് വരുന്നത്. ആ ഒരു വേർഡിൻ്റെ ഓർഡർ തെറ്റായിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇങ്ങനെയൊക്കെയാണ് എഡിറ്റിങ്ങിൽ ക്വസ്റ്റ്യൻസ് വരിക. സിമ്പിളായിരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാസ്റ്റ് ടെൻസിൽ വരുന്ന വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേർഡ് ഓർഡറുകൾ തെറ്റിച്ചതായിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതാനുള്ളത് അവിടെ വന്ന മിസ്റ്റേക്ക് ആയിരിക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെ വരുള്ളൂ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. ഇനി അടുത്തത് ആക്ടിവിറ്റി 6 ആണ്, ലെറ്റർ ആണ് അല്ലേ. ബിൽ ആൻഡ് മെഗ് സ്പെൻഡ് എ ഡേ ടുഗദർ അറ്റ് ഗ്രാൻഡ് പാസ് ഫാം ഹെൽപ്പിംഗ് ഹിം വിത്ത് ദ ഫാം വർക്ക്. ബില്ലും മെഗും ഒരു ദിവസം മുഴുവൻ എന്ത് ചെയ്തു, ഗ്രാൻഡ് പേയുടെ ഫാമിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വൈൽ ദേ were busy, the bees got disturbed and attacked the boys. Then എന്തായിട്ടുണ്ട്, അതിലുള്ള തേനീച്ചകൾ ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യുക, ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ബിൽ റോട്ട് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് നറേറ്റിംഗ് ഓൾ ദി ഇൻസിഡൻറ്റ്സ് ഹാപ്പൻ ഓൺ ദാറ്റ് ഡേ. പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ. ബിൽ എന്ത് ചെയ്യാണ്, ആ ഒരു ദിവസം നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം അവൻ്റെ ഒരു ഫ്രണ്ടിന് ലെറ്ററായിട്ട് എഴുതി അയക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ ഒരു ലെറ്ററാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫാമിലി ആ ദിവസം ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം ലെറ്റർ എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് ലെറ്റർ എഴുതി നോക്കാം അല്ലേ. എന്താണ് ഇവിടെ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ഫ്രണ്ടിനാണ് ലെറ്റർ എഴുതുന്നത് അല്ലേ. അപ്പോൾ സാധാരണ നോർമൽ ഒരു ലെറ്ററാണ് എഴുതാനുള്ളത്. അപ്പോൾ അതിന് ഫസ്റ്റ് എന്ത് കൊടുക്കുക, ഡേറ്റും പ്ലേസും കൊടുക്കുക. ദെൻ എന്ത് ചെയ്താ, ഡിയർ ഫ്രണ്ട്, പ്രിയപ്പെട്ട സുഹൃത്ത്, അല്ലെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ പേര് അവിടെ കൊടുക്കുക. എന്നിട്ട് തുടങ്ങുക അല്ലേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്ന പോലെ എഴുതാം. അപ്പം എന്ത് എഴുതാം, ഐ ഹോപ്പ് യു ആർ ഫൈൻ ആൻഡ് ഐ ആം ഓൾസോ ഫൈൻ ഹിയർ. നിനക്ക് സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, അതുപോലെ തന്നെ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. യു നോ വൺ തിങ്, വി ഹാഡ് എ ഫൺ ഡേ ഇൻ മൈ ഗ്രാൻഡ് പാസ് ഫാം. ഐ റോട്ട് ദിസ് ലെറ്റർ ടു ഷെയർ ഇറ്റ് ടു യു.
ഞങ്ങൾക്ക് എന്താ പറയുന്നത്, നിനക്കൊരു കാര്യം അറിയോ, ഗ്രാൻഡ് പായുടെ ഫാമിൽ ഒരു ഫൺ ഡേ, ഒരു രസകരമായിട്ടുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യത്തെക്കുറിച്ച് നിന്നോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. ദെൻ എഴുതാണ് അല്ലേ. എന്താ പറയുന്നത്, യെസ്റ്റർഡേ മൈ ഫ്രണ്ട് മെഗ് കെയിം ടു വിസിറ്റ് ഗ്രാൻഡ് പാസ് ഫാം. ഇന്നലെ എൻ്റെ ഫ്രണ്ട് മെഗ് ഗ്രാൻഡ് പായുടെ ഫാം വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വി ഹെൽപ്ഡ് ഗ്രാൻഡ് പാ ഇൻ ഹിസ് ഫാം ലൈക്ക് ഫെഡ് ആനിമൽസ് ആൻഡ് സോഡ് സീഡ്സ്. ഞങ്ങൾ രണ്ടുപേരും ഗ്രാൻഡ് പായെ ഹെൽപ്പ് ചെയ്തു അല്ലേ. എങ്ങനെ, ആനിമൽസിനെ ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ വിത്ത് വിതക്കാനൊക്കെ ഗ്രാൻഡ് പായെ സഹായിച്ചു. Grandpa told us that he had a beehive there and also told to never disturb them. അതുപോലെ ഗ്രാൻഡ് പേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് അവിടെ ഒരു ബീഹൈവ് ഉണ്ടെന്ന്, തേനീച്ച കൂടുണ്ടെന്ന്. പക്ഷേ അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നും കൂടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് വി നെവർ മൈൻഡ് അബൌട്ട് ഹിം. പക്ഷേ ഞങ്ങൾ അതൊന്നും കേട്ടില്ല. ആൻഡ് ഓൾസോ ആക്സിഡൻ്റലി ഡിസ്റ്റർബ്ഡ് ദ ബീസ്. പക്ഷേ ആക്സിഡൻ്റലി ഞങ്ങൾ അവയെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡു യു നോ വാട്ട് ഹാപ്പൻ? നിനക്കറിയോ പിന്നീട് എന്താ സംഭവിച്ചതെന്ന്? വി ഹാഡ് ട്രാപ്ഡ്. ഞങ്ങൾ ആകെ കൂടെ ട്രാപ്പ് ചെയ്യപ്പെട്ടു അല്ലേ, ആകെ കൂടെ കുടുങ്ങിപ്പോയി. ദ ബീസ് സ്റ്റാർട്ടഡ് ടു ഫ്ലൂ ആഫ്റ്റർ അസ്. ആ തേനീച്ചകൾ ഞങ്ങളുടെ പിറകെ പറക്കാനായിട്ട് തുടങ്ങി. വി സ്റ്റാർട്ടഡ് ടു റൺ ഫാസ്റ്റ് ടു എസ്കേപ്പ് ആൻഡ് ജംപ്ഡ് ഇൻ ടു എ സ്ട്രീം ഇൻ ദി ഫാം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വേഗത്തിൽ ഓടിയിട്ട് അവസാനം ആ ഫാമിലുള്ള ഒരു സ്ട്രീമിലേക്ക്, ഒരു അരുവിയിലേക്ക് ചാടുകയാണ് ചെയ്തത്. സോ ദാറ്റ് വി ജസ്റ്റ് എസ്കേപ്ഡ് ഫ്രം ദം. അങ്ങനെ ചാടിയതുകൊണ്ട് ഞങ്ങൾ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇറ്റ്സ് റിയലി എ ഫണ്ണി ഡേ ഫോർ അസ്. അത് ശരിക്കും ഞങ്ങൾക്കൊരു ഫണ്ണി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഐ വിഷ് യു വർ ഓൾസോ ഹിയർ വിത്ത് അസ് ദാറ്റ് മൊമെന്റ്. നീയും കൂടി ആ ഒരു നിമിഷം ഞങ്ങളുടെ കൂടെ, ആ ടൈമിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ദെൻ അവസാനിപ്പിക്കാം അല്ലേ. ഇനി എന്തെഴുതാം? ഐ കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാദർ ആൻഡ് മദർ. എൻ്റെ ഫാദറിനോടും മദറിനോടൊക്കെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണമെന്ന് പറയാണ് അല്ലേ. എന്നിട്ട് അവസാനിപ്പിക്കുക. ലാസ്റ്റ് നമ്മൾ എന്താ എഴുതുക ലെറ്ററിൽ? യുവേഴ്സ് ലവിങ്ലി, സ്നേഹത്തോടെ, എന്നിട്ട് ഒപ്പ് കൊടുക്കുക, അതുപോലെ തന്നെ പേരും എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്താ, ആ ഫാമിൽ നടന്നിട്ടുള്ള ആ സംഭവങ്ങൾ മുഴുവനും ഫ്രണ്ടിനോട് വിവരിക്കുന്ന ഒരു ലെറ്ററാണ് അല്ലേ. അതുകൊണ്ടാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തി എഴുതിയിട്ടുള്ളത്. എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കൂല ലെറ്റർ എഴുതാനായിട്ട് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, നമ്മളിവിടെ പറഞ്ഞില്ലേ, ഡേറ്റ് പ്ലേസ് ചെയ്യുക, ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുക, ദെൻ ഫസ്റ്റ് സുഖ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാനുള്ള കാര്യം എന്താണോ അത് പറയുക, ദെൻ ലാസ്റ്റ് അവസാനിപ്പിക്കുക അല്ലേ. യുവേഴ്സ് ലവിങ്ലി എന്ന് എഴുതിയിട്ട് സൈനും പേരും ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. ആ ഒരു രീതിയിലുള്ള ഒരു ഫോർമാറ്റ് നിങ്ങൾ അതുപോലെ ലെറ്ററിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് വൺ ആക്ടിവിറ്റി 7 ആണ്, സ്റ്റോറി റൈറ്റിംഗ് ആണ് അല്ലേ. റൈറ്റ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് പിക്ചേഴ്സ്. ഇതാ തന്നിരിക്കുന്ന പിക്ചേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ് അല്ലേ. ലാസ്റ്റ് പാഠത്തിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് മുന്നേ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ആൻസർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നന്നായി വായിച്ചു നോക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റോറി ആയിട്ടല്ലെങ്കിലും എന്തെങ്കിലും ചെറിയ ചിത്രങ്ങളൊക്കെ തന്ന് അത് ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ടെക്സ്റ്റിൽ എന്താ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി തന്നെയാണ് അല്ലേ. സോ നിങ്ങൾ നന്നായി വായിച്ചു നോക്കുക. അപ്പോൾ എക്സാമിന് ഇങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലുമൊക്കെ എഴുതാൻ വരികയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സിമ്പിളായിട്ട് എഴുതാം.